വിരമിച്ച ജഡ്ജി ഉൾപ്പെടെയുള്ളവരുടെ റോമൻ യാത്രയിൽ മാർപ്പാപ്പയിൽ നിന്ന് വ്യക്തമായ ഉത്തരം ലഭിച്ചു. ലിറ്റർജിക്കൽ വേരിയന്റ് സാധ്യമല്ല. സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കുറിപ്പാണ്. കല്ലൂർ സമ്മേളനത്തിൽ പാറേക്കാട്ടിൽ അച്ഛൻ പറഞ്ഞ ഒന്നിന് തീരുമാനമായി. ലിറ്റർജിക്കൽ വേരിയന്റ് ലഭിക്കില്ല എന്നതിന്. അടുത്തത് അവർ പുറത്തേക്ക് പോകുകയാണ് ഏക പോംവഴി. അതാണ് അവിടെ എടുത്ത തീരുമാനം. എറണാകുളം അതിരൂപതയിലെ മുണ്ടാടൻ, നരികുളം, പാറേക്കാട്ടിൽ മുതലായ വൈദികരുടെ നേതൃത്വത്തിലാണ് ആ അതിരൂപതയെ മാർപ്പാപ്പ പറയുന്നത് പോലും അനുസരിക്കാത്ത സമൂഹമാക്കി മാറ്റിയത്. ഇവർക്ക് മാർപ്പാപ്പ സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന ഏകീകരണത്തിന് നൽകിയ 2021 ജൂലൈ 3 രേഖ അംഗീകരിക്കാൻ സാധിക്കില്ലെങ്കിൽ കല്ലൂരിൽ ഇവർ പ്രഖ്യാപിച്ച തീരുമാനവുമായി എത്രയും പെട്ടെന്ന് മുമ്പോട്ട് പോവുകയാണ് വേണ്ടത്. എറണാകുളം അതിരൂപതയിലെ ജനാഭിമുഖ കുർബാനവാദികളുടെ കളികളെല്ലാം അവസാനിച്ചു. ഇന്നത്തെ വിമതർ നാളത്തെ CSI അല്ലെങ്കിൽ ബിലിവേഴ്സ് ചർച്ചുകാരനാണെന്നാണ് മറ്റൊരാൾ പങ്കുവച്ച കുറിപ്പ്. വിമതന്മാർ CSI അല്ലെങ്കിൽ ബിലിവേഴ്സ് ചർച്ചുമായി ചർച്ച തകൃതിയായി നടക്കുന്നു. ഏതെങ്കിലും ഒരു സഭയിൽ സ്ഥാനം ഉറപ്പിക്കും. കല്ലറ കീറാമുട്ടിയാകുന്ന വിമതർ മഹറോൺ ശിക്ഷ ഉറപ്പിച്ച് മുണ്ടാടനും മറ്റു 3 പേരും കൂടെ 33 ആഭിചാര വൈദികരും. 33 ആഭിചാര വൈദികർ തങ്ങളെ നിർബന്ധിച്ചത് ചെയ്യിച്ചത് മുണ്ടാടനാണെന്നും അതിനാൽ അദ്ദേഹം തന്നെ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അടുത്ത മാർഗം കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ടു. പക്ഷേ പുതിയ സഭയുണ്ടാക്കി പോകാമെന്ന മുണ്ടാടന്റെ ശ്രമത്തിന് വിലങ്ങുതടിയായത് കല്ലറയാണ്. പള്ളിയില്ലെങ്കിൽ ഏതെങ്കിലും കല്യാണ മണ്ഡപം വാടകയ്ക്കെടുത്തോ സർക്കാർ ഭൂമിയിൽ പടുത വലിച്ചു കെട്ടിയോ കുർബാന നടത്താം. പക്ഷേ ശവമടക്ക് നടത്താൻ സ്വന്തമായി കല്ലറയില്ലെങ്കിൽ ഇപ്പോൾ കൂടെയുള്ള 500 വിശ്വാസികൾ വരില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞു. സ്വന്തമായി കല്ലറ കിട്ടുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കല്ലറയ്ക്ക് ഇത്ര മീറ്റർ ചുറ്റളവിലുള്ള വീട്ടുകാരുടെ NOC കിട്ടിയില്ലെങ്കിൽ കല്ലറ പണിയാനുള്ള നീക്കം ജില്ലാ കളക്ടർ തള്ളിക്കളയും. കല്ലറയ്ക്കായി പല സംഘടനകളുമായി ചർച്ച നടത്തിയെന്നാണ് കേൾക്കുന്നത്. ഒരു ജാതി സംഘടന തങ്ങളുടെ ശ്മശാനത്തിൽ അടക്കാമെന്ന് പറഞ്ഞെങ്കിലും കുരിശു കുത്താൻ അനുവദിക്കില്ലെന്ന് അറിയിച്ചതിനാൽ അത് മുടങ്ങി. പിന്നെ സർക്കാരിന്റെ പൊതുശ്മശാനത്തിൽ അടക്കുന്നതിനെ കുറിച്ചായി ചർച്ച. അവിടെ ബന്ധുക്കൾ പിരിഞ്ഞു പോകുന്നതുവരെ കുരിശുകുത്തി പ്രദർശിപ്പിക്കാനുള്ള അനുമതി കിട്ടും. എന്നാൽ കൂടെയുള്ള വിശ്വാസികൾക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് അവസാനം CSI അല്ലെങ്കിൽ ബിലിവേഴ്സ് ചർച്ചിൽ ചേരാമെന്ന തീരുമാനത്തിൽ വിമതർ എത്തിയിരിക്കുന്നത്. 500ഓളം വിശ്വാസികൾ കൂടെയുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും എത്ര പേര് കൂടെ പോകുമെന്ന് കണ്ടറിയണം. കാരണം വിമതരിൽ പലരുടെയും വീട്ടിലുള്ളവർ സുറിയാനി സഭ വിട്ട് ജാതികളുടെ സഭയിൽ ചേരുന്നതിനെ എതിർക്കുന്നു. മാത്രമല്ല 10ഓളം വൈദികർക്ക് മാത്രമേ ഇങ്ങനെയൊരു നീക്കത്തോട് താല്പര്യമുള്ളൂ. അതോടൊപ്പം സഭയിൽ നിന്ന് പുറത്താക്കുന്ന 33 ആഭിചാര വൈദികരുമുണ്ട്. മുണ്ടാടന് പുതിയ സഭയിൽ ഭാവിയിൽ ബിഷപ്പ് പദവി വരെ ലഭിച്ചേക്കും.